പോലീസ് സ്റ്റേഷനിലെത്തി കാട്ടാനയുടെ പരാക്രമമാണ്. കാട്ടാന എന്നാൽ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പേരിട്ട് വിളിക്കുന്ന ആനയാണ്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് തെങ്ങോല വലിച്ചത്. അതിനുശേഷം ആന ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങി. ഗണപതിക്കേറ്റ മുറിവ് കുപ്പിച്ചില്ല് കൊണ്ടതാവാമെന്ന് DFO R ലക്ഷ്മി പറഞ്ഞു. ഗണപതിയുടെ പരിക്ക് പരിക്കിൻ്റെ ഒരു സീരിയസ്നെസ് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നാലും ഇന്നലെ ഞങ്ങളൊരു 4-5 മണിക്കൂർ ഞാനും റേഞ്ച് ഓഫീസറും ഉൾപ്പെടെയുള്ള ടീം അതിനെ നോക്കിയപ്പോൾ ആന ഉറങ്ങുന്ന ഒരവസ്ഥയിലാണ് കണ്ടത്. പക്ഷേ ആന എണീറ്റ് നിൽക്കാനായിട്ട് വലതുകാല് കുത്തി നിൽക്കാനായിട്ട് ഫ്രണ്ട് ലെഗ് അത് കുത്തി നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് ആനയ്ക്കുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മേളിലോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മേളിൽ നിന്നുള്ള തീരുമാനം അനുസരിച്ചിട്ട് നമുക്കതിനെ ചികിത്സ കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ടൂറിസം മേഖലയാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ കൂടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ നിന്ന് വെള്ളം അടിക്കുന്നു. ഇങ്ങനെ ബിയർ ബോട്ടിൽസ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏരിയയിൽ അലക്ഷ്യമായിട്ട് ഇട്ട് പോകുന്നുണ്ട്. അത് പൊട്ടിച്ച് കളയുന്നു. ഇതെല്ലാം ആനകളുടെ കാലിൽ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ നേരത്തെ മുതൽ പരാതി. ഞങ്ങളൊരു ഡ്രൈവ് നടത്തിയതായിരുന്നു. അത് പക്ഷേ നമ്മുടെ സ്റ്റാഫ് മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഡ്രൈവ് നടത്തിയിരുന്നു. പക്ഷേ ഇതൊരു സ്ഥിരം പ്രശ്നമാണെന്ന് കണ്ടിപ്പം ഏഴാറ്റുമുഖം ഗണപതി എന്നറിയപ്പെടുന്ന ആ ഒരു ആനയ്ക്കും കാലിനൊരു പരിക്കുണ്ടെന്നുള്ളത് നമ്മൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഈ പാദത്തിലേറ്റ പരിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ചിലപ്പോൾ പൊട്ടിയ കുപ്പികളിൽ നിന്നാവാം, അല്ലെങ്കിൽ മുള്ളുവേലി അബാൻഡൻഡ് ആയിട്ട് കിടപ്പുണ്ട്, അത് ചവിട്ടിയത് കൊണ്ടാവാം. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ് ഇപ്പോൾ പറഞ്ഞ മുകളിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചികിത്സ വേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അല്ലേ ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും തീരുമാനം വരിക. ഇപ്പോൾ ആന എവിടെയാണുള്ളത്? ഇപ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിൽ തന്നെയുണ്ട്. ഇന്ന് അല്പസമയം മുമ്പ് നമ്മൾ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു. അതായത് ആ പുഴയിൽ കുളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പകർത്തിയിരുന്നു. അതായത് ആ സ്ഥലത്ത് തന്നെ ഇപ്പോഴുമുണ്ട്. രാവിലെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ ആ കോമ്പൗണ്ടിനകത്തുള്ള ഒരു തെങ്ങിൽ നിന്ന് ഓല വലിച്ച് പറിച്ച ശേഷം പിന്നീട് ആ ഓലയുമായി പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് പോയി അവിടെ നിന്ന് ആ ഓല തിന്നതിന് ശേഷം പിന്നീട് ആ പുഴയിലേക്ക് ഇറങ്ങി ഒരു നല്ല കുളിയൊക്കെ കഴിഞ്ഞാണ് പിന്നീട് അതിന് പുഴയോരത്ത് തന്നെയുള്ള ഇല്ലിമുളം തോട്ടത്തിലേക്ക് കടക്കുകയും മുള അല്പസമയം അവിടെ നിന്ന് തിന്ന ശേഷം വീണ്ടും തോട്ടത്തിലെ അപ്പുറത്തേക്ക് പുഴയ്ക്ക് അക്കരെയുള്ള തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ആന കടന്നിട്ടുണ്ട്. അവിടെ കിടന്നുറങ്ങുകയാണ് നിലവിൽ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും ആനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം 2 ദിവസം മുൻപൊക്കെ ആനയെ നടക്കുന്ന സമയത്ത് ആനയ്ക്ക് മുൻകാലുകളിൽ ഒരു മുടന്തുള്ള പോലെ അല്ലെങ്കിൽ അസ്വസ്ഥത ഉള്ള പോലെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആന സാധാരണ പോലെ തന്നെ നടക്കുന്നുണ്ട്. മറ്റ് ആനയുടെ കാലുകൾക്ക് അസ്വസ്ഥത ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല. അതായത് ആ ഒരു പുറമേ നിന്ന് കാണുന്നവർക്ക് അത് ഫീൽ ചെയ്യാത്ത രീതിക്കാണ് ആന എന്തായാലും നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാലിൻ്റെ ഒരു പ്രശ്നം അല്പം ഭേദമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമമായൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടത് ഫോറസ്റ്റ് ഡോക്ടർമാരുടെയൊക്കെ തന്നെ പരിശോധനകൾക്ക് ശേഷമാണ്. അവരെന്തായാലും നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം നിരീക്ഷിച്ചിരുന്നു. ഇനിയിപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മുറിവാണെങ്കിൽ അത് ഉണങ്ങാനായി കുറച്ച് സമയമെടുക്കും. ആ ഒരു സമയത്തിന് ശേഷമായിരിക്കും പിന്നീട് ഇനി ചികിത്സ വേണമെങ്കിൽ ചികിത്സ നൽകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ആവശ്യമായ എല്ലാ ചികിത്സ വേണമെങ്കിൽ ലഭ്യമാക്കുമെന്നുള്ളതാണ് DFO പറയുന്നത്.